നമ്മുടെ സാധാരണ മനുഷ്യര് എത്ര വലിയ അടിമകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുജറാത്തിലൂടെ ഒരു സഞ്ചാരം നടത്തി, അത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതില് പട്ടേലിന്റെ പ്രതിമ കാണിച്ച സമയത്ത് അതിന്റെ അടിയിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് കമന്റുകൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതിനുശേഷം ഗുജറാത്തിലെ ചില ഉൾഗ്രാമങ്ങളിലെ ചില ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ മറ്റൊരു വിഭാഗം ആ കമന്റുകൾ കൊണ്ട് നടക്കുന്നു. അപ്പോ ബാലൻസ്ഡ് ആയി ഇതിനെ കാണാനോ ഒരു യാഥാർത്ഥ്യബോധത്തോടെ ഇതിനെ അപഗ്രഥിക്കാനോ ഒന്നും മനുഷ്യൻ തയ്യാറല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. എന്റെ മനസ്സിൽ ഞാനൊരു കണ്ണട വെച്ചിട്ടുണ്ട്. ആ കണ്ണടയിലൂടെ കാണുന്നത് മാത്രം കാണുന്ന ഒരു ജനസമൂഹമായി മാറിക്കഴിഞ്ഞു. അതായത് അന്ധരായ ജനവിഭാഗത്തിന് അവരെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയുന്ന ഭരണാധികാരികളെ കിട്ടും എന്ന് പറയുന്നതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഉണരുകയല്ലാതെ ഇതിനൊരു മാർഗ്ഗമില്ല. സാമാന്യ ജനത്തിന് ബോധം ഉണ്ടാവുക എന്നത് മാത്രമാണ് ഇതിനൊരു മാർഗം. ഇതിലൂടെ ബോധം ഉണ്ടാകുമ്പോൾ നമ്മൾ നോട്ട എന്ന് പറയുന്ന ഒരു ബട്ടണും കൂടെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം നോട്ടയ്ക്ക് കിട്ടുന്ന ഒരു കാലം ഉണ്ടായി കഴിയുമ്പോൾ മജോറിറ്റി നോട്ടയ്ക്ക് ഉണ്ടായി കഴിയുമ്പോഴെങ്കിലും കാലം ഒന്ന് തിരിച്ചു കറങ്ങാൻ തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോ നമ്മളിപ്പോഴും ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിമയായി ജീവിക്കുന്നതിന് പകരം നട്ടലുള്ള ബുദ്ധിയുള്ള മനുഷ്യരായി മാറുമ്പോൾ ഈ മാറ്റങ്ങൾക്കൊക്കെ തുടക്കമാകും. അതല്ലാതെ ഒരു മാറ്റവും ഈ രാജ്യത്തോ ഈ നാട്ടിലോ സംഭവിക്കാൻ പോകുന്നില്ല.